അതെ, ചെയ്ത തെറ്റിനെ ഓർത്ത് കരയുന്നവനാ നീ. അങ്ങനെ ഒരാളുടെ അടുത്തിരിക്കുമ്പോൾ പേടിയല്ല, അഭിമാനാ തോന്നുന്നത്. പശ്ചാത്തപിക്കാൻ അറിയാവുന്ന ഒരാളാണല്ലോ നീ എന്നോർത്ത് അഭിമാനം. നീ എന്ത് ചെയ്യും ഗിരീഷേട്ടാ? എനിക്ക് പറയാനുള്ള ഇതാ, എന്തും നേരിടാൻ ഇപ്പോഴേ തയ്യാറാവണം നീ. നിന്നെ രക്ഷപ്പെടുത്താന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ നീ ധൈര്യമായിട്ട് നിൽക്കണം, പേടിക്കരുത്. എന്തായാലും സിദ്ധാർത്ഥൻ സാർ ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നുണ്ട്. ദേവിയോടും കൂടെ ആലോചിച്ചിട്ട് വേണ്ടത് ചെയ്തോളും. ദേവിക്ക് എന്നോടുള്ള വെറുപ്പ് കൂടുകയുള്ളൂ. അവളോട് ഞാൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്. ഒരു ഭാര്യയ്ക്കും അതൊന്നും സഹിക്കാനോ മാപ്പ് തരാനൊന്നും പറ്റില്ല. അതെ, കാര്യങ്ങളൊക്കെ ദേവിക്ക് മനസ്സിലാവുമല്ലോ. നീ വിഷമിക്കാതെ. പിന്നെ ചേച്ചി, പ്രധാനപ്പെട്ട ഒരു കാര്യം, അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ ചേച്ചി പതറിപ്പോരുത്. ഇപ്പൊ തന്നെ മുറിയിലെ ചേച്ചിയുടെ മുഖം മാറിയത് അച്ഛൻ ശ്രദ്ധിച്ചു എന്നാ തോന്നുന്നത്. നന്ദേട്ടൻ ഋഷിയെ കൊന്നു എന്നുള്ള കാര്യം ഒരു സാഹചര്യത്തിലും അമ്മയും അച്ഛനും അറിയരുത്. അവർക്കത് താങ്ങാൻ പറ്റില്ല. എനിക്കറിയാം ശരി, ഞാൻ ശ്രദ്ധിച്ചോളാം. എന്നാ വാ വന്നേ. ഞാൻ പറഞ്ഞ പോലെ ഇനി അങ്ങോട്ട് മനസ്സിനെ ശാന്തമാക്കി നിർത്തണം. നീ വരുന്നു, നമുക്ക് പുറത്ത് മുറ്റത്തൊക്കെ ഇറങ്ങി വരാം. വേണ്ട, ഗിരീഷേട്ടൻ പൊക്കോ. ഗിരീഷേട്ടാ, രജനേച്ചി അറിഞ്ഞോ ഈ അനിയൻ ഒരു കൊലപ്പുള്ളിയാണെന്ന്? എന്റെ ചേച്ചിക്ക് എന്ത് വിഷമാവും? സഹിക്കാൻ പറ്റുമോ? നന്ദ, ചേച്ചിയോട് പറഞ്ഞോ? എന്തായാലും അറിയണ്ടല്ലേ? എന്താടാ ഇത്? ഗിരീഷേട്ടൻ പൊക്കോ.